സുഭാഷിതങ്ങൾ 19-ാം അധ്യായം. സത്യസന്ധനായ ദരിദ്രൻ ദുർഭാഷണം ചെയ്യുന്ന ഭോഷനേക്കാൾ ശ്രേഷ്ഠനാണ്. വിജ്ഞാനരഹിതമായ ഉത്സാഹം ശ്രേയസ്കരമല്ല, തിടുക്കം കൂട്ടുന്നവന് വഴി തെറ്റുന്നു. സ്വന്തം ഭോഷത്വമാണ് നാശത്തിലെത്തിക്കുന്നത്, എന്നിട്ടും ഹൃദയം കർത്താവിനെതിരെ കോപം കൊണ്ട് ജ്വലിക്കുന്നു. സമ്പത്ത് അനേകം പുതിയ സ്നേഹിതരെ നേടുന്നു, ദാരിദ്ര്യം ഉള്ള സ്നേഹിതരെ പോലും അകറ്റുന്നു. കള്ളസാക്ഷി ശിക്ഷിക്കപ്പെടാതിരിക്കുകയില്ല, കള്ളം പറയുന്നവൻ രക്ഷപ്പെടുകയില്ല. ഉദാരമനസ്കന്റെ പ്രീതി നേടാൻ പലരും ശ്രമിക്കുന്നു, സമ്മാനങ്ങൾ കൊടുക്കുന്നവൻ എല്ലാവരും സ്നേഹിതരാണ്. സഹോദരർ പോലും ദരിദ്രനെ വെറുക്കുന്നു, പിന്നെ സ്നേഹിതർ അവനിൽ നിന്ന് അകന്നുമാറാതിരിക്കുമോ? അവൻ നല്ല വാക്കുകൾ പറഞ്ഞ് അവരുടെ പിറകെ പോകുന്നെങ്കിലും അവർ വശപ്പെടുന്നില്ല. ജ്ഞാനം നേടുന്നത് തന്നെ സ്നേഹിക്കലാണ്, വിവേകം കാത്തു സൂക്ഷിക്കുന്നവൻ ഐശ്വര്യമുണ്ടാകും. കള്ളസാക്ഷി ശിക്ഷിക്കപ്പെടാതിരിക്കുകയില്ല, വ്യാജം പറയുന്നവൻ നശിക്കും. ഭോഷൻ സുഭിക്ഷത അർഹിക്കുന്നില്ല, പ്രഭുക്കന്മാരെ ഭരിക്കാന് അടിമയ്ക്കിത്ര പോലും അർഹതയില്ല. സൽബുദ്ധി ക്ഷിപ്രകോപത്തെ നിയന്ത്രിക്കും, തെറ്റുപൊറുക്കുന്നത് അവന് ഭൂഷണം. രാജാവിന്റെ കോപം സിംഹഗർജനം പോലെയാണ്, അവന്റെ പ്രീതിയാവട്ടെ പുൽക്കൊടിയിലെ മഞ്ഞുതുള്ളി പോലെയും. ഭോഷനായ പുത്രൻ പിതാവിനെ നശിപ്പിക്കുന്നു. ഭാര്യയുടെ കലഹം തുടർച്ചയായ ചാറ്റൽമഴ പോലെയാണ്. വീടും സമ്പത്തും പിതാക്കന്മാരിൽ നിന്ന് അവകാശമായി കിട്ടുന്നു, വിവേകവതിയായ ഭാര്യയാവട്ടെ കർത്താവിന്റെ ദാനമാണ്. അലസത ഒരുവനെ ഗാഢനിദ്രയിലാഴ്ത്തുന്നു, മടിയനു പട്ടിണി കിടക്കേണ്ടിവരും. കൽപ്പന പാലിക്കുന്നവൻ ജീവൻ സംരക്ഷിക്കുന്നു, ഉപദേശത്തെ നിന്ദിക്കുന്നവൻ മൃതിയടയും. ദരിദ്രരോട് ദയ കാണിക്കുന്നവൻ കർത്താവിനാണ് കടം കൊടുക്കുന്നത്, അവിടുന്ന് ആ കടം വീട്ടും. നന്നാകുമെന്നു പ്രതീക്ഷയുള്ളപ്പോൾ നിന്റെ മകനെ ശിക്ഷിക്കുക, അവൻ നശിച്ചുപോയിക്കൊള്ളട്ടെ എന്നു കരുതരുത്. കഠിനമായി കോപിക്കുന്നവൻ പിഴ കൊടുക്കേണ്ടിവരും. കോപശീലനെ രക്ഷിക്കാനും നോക്കിയാൽ അത് ആവർത്തിക്കേണ്ടിവരും. ഉപദേശം കേൾക്കുകയും പ്രബോധനം അംഗീകരിക്കുകയും ചെയ്യുക, നീ ജ്ഞാനിയാകും. മനുഷ്യൻ പലതും ആലോചിച്ചു വയ്ക്കുന്നു, നടപ്പിൽ വരുന്നത് കർത്താവിന്റെ തീരുമാനമാണ്. ആരിലും നാം പ്രതീക്ഷിക്കുന്നത് സത്യസന്ധതയാണ്, ദരിദ്രൻ നുണേനേക്കാൾ ഉത്തമനാണ്. ദൈവഭക്തി ജീവനിലേക്ക് നയിക്കുന്നു, ഭക്തൻ ഉപദ്രവം നേരിടാതെ സംതൃപ്തനായി കഴിയുന്നു. അലസൻ കൈ പാത്രത്തിൽ അമഴ്ത്തിവെക്കുന്നു, അത് വായിലേക്ക് കൊണ്ടു ചെല്ലാൻ അവന് പ്രയാസമാണ്. പരിഹാസകൻ പ്രഹരം ഏൽക്കുന്നതു കണ്ട് അല്പബുദ്ധികൾ വിവേകം പഠിക്കും. ബുദ്ധിയുള്ളവൻ ശാസനം കൊണ്ട് തന്നെ വിജ്ഞാനം നേടും. പിതാവിനോട് അതിക്രമം കാട്ടുകയും അമ്മയെ ആട്ടിയോടിക്കുകയും ചെയ്യുന്ന മകൻ അപമാനവും അധിക്ഷേപവും വരുത്തിവെക്കുന്നു. മകനെ, വിജ്ഞാനത്തിന്റെ വചനത്തിൽ നിന്ന് വ്യതിചലിക്കണമെന്നുണ്ടെങ്കിൽ മാത്രമേ പ്രബോധനം ചെവിക്കൊള്ളാതിരിക്കാവൂ. വിലകെട്ട സാക്ഷി നീതിയെ നിന്ദിക്കുന്നു, ദുഷ്ടന്റെ വായ് അന്യായത്തെ വിഴുങ്ങുന്നു. പരിഹാസകർക്ക് ശിക്ഷാവിധിയും ഭോഷന്മാരുടെ മുതുകിന് പ്രഹരവും സജ്ജമായിരിക്കുന്നു.